വാ. പോ. എടാ നീ ഇന്നലെ ഷ്യാമിനെ കാണാൻ പോയിട്ട് എന്തായി? എന്താവൻ എന്നും പറയുന്നൊക്കെ തന്നെ. വാ. പിന്നെയും വന്നല്ലേ? ജോസഫ്, എടോ, ഈ നാർക്കോലെപ്സി അത്ര വലിയ അസുഖമൊന്നും അല്ല. ഒന്നോർത്ത നീ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ. പക്ഷേ ഡോക്ടറെ, ഞാൻ എപ്പോഴും അവനെ സ്വപ്നം കാണാറുണ്ട്. നീ ഏതായാലും ഈ മെഡിക്കേഷനൊക്കെ കണ്ടിന്യൂ ചെയ്യ്. ഇന്നിനി ഓഫീസിൽ പോകണ്ട. പേടിക്കണ്ട, മാറും. ഓക്കെ. ശരി. മേഡം അവിടെ ഉണ്ടാവില്ലേ? എന്നുണ്ടായിരിക്കുന്നല്ലേ. വാ. മാം, മേ കമിൻ? എന്താ രണ്ടുപേരുടെ ഉദ്ദേശം? ഇരിക്ക്. എടാ ജോസഫ്, കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞ ജേർണൽ എവിടെ? മാം, ഒരു 2 ആഴ്ച കൂടെ. പറ്റില്ല, ഒരാഴ്ച കൂടി സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ ഈ ജേർണൽ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ബോത്ത് വിൽ ഗെറ്റ് ഫൈറ്റ് ഫോർ ഷുവർ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഡാ, ടോണിക്ക് പ്രൊമോഷൻ കിട്ടി. ടോണിക്കോ? ടോണിയുടെ കയ്യിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് ഉണ്ടെങ്കിലോ? നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ആടാ, ശരിയാ. എടുക്കുന്നില്ല. എന്തായാലും വീട്ടിൽ പോവാ, അത് കഴിഞ്ഞ് നോക്കാം. ആ പറയടാ. എടോ, താൻ വല്ലതും അറിയുന്നുണ്ടോ? എന്ത്? ആ ചെറുക്കൻ്റെ കേസ് വീണ്ടും കുത്തിപ്പൊക്കി. ആരുടെ? ജീവൻ. താനും സൂക്ഷിച്ചോ, അവന്മാര് തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ആ ശരി. സാർ, ആ ഇരിക്കെ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ ഇന്ന് അവധിയാ സർ. ശ്യാമോ? ശ്യാം പ്ലാസ്റ്റർ റൂമിലാ സർ. ആ. എന്തുവാടാ എഴുതി വെച്ചിരിക്കുന്നേ? ഓരോന്നും കൊണ്ടും. സർ, ഇതൂടെ. ഇതൊന്നും ഇപ്പോഴും തീർന്നില്ലേ? എടാ നീ അടിക്കുന്നുണ്ടെങ്കിൽ അടിയേ.
ഇന്നേക്ക് അവൻ മരിച്ചിട്ട് 5 വർഷമായടാ. എടാ അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി. നീ അതിന്നൊക്കെ മൂവ് ഓൺ ആവ്. നാളെ ടോണി കാണാൻ പോകാനുള്ള. ഇന്നും പതിപോലെ കിട്ടിയല്ലേ? പുല്ല്. ഒരാഴ്ച സമയം പോലും. ആ ചിത്രയ്ക്ക് സെൻസേഷനായ ഒരു കേസ് വളർത്തണം പോലും. നീ ഇപ്പം ഏത് ജോണിലാണ് ചെയ്യുന്നത്? ഞാനോ? ഞാൻ നമ്മുടെ SMC മെഡിക്കൽ കോളേജിലെ സാമുൽ സാറിനെ പറ്റിയാണ് ചെയ്യുന്നത്. ഓ, പുള്ളിക്കല്ലേ ഈയിടക്ക് അവാർഡ് കിട്ടിയത്? അതെ. എടാ നിൻ്റെ കയ്യിൽ സെൻസേഷനായ വല്ല കേസും ഉണ്ടോ? എടാ ഞാനേ കാണിച്ചു തരാം. റിസർച്ചിൻ്റെ ഇടയ്ക്ക് കിട്ടിയതാ. SMC മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. അന്നത്തെ ആയിരുന്നു. അപ്പോൾ ഈ കേസ് കോവിഡിൻ്റെ സമയത്തായ കാരണം അധികാരം ശ്രദ്ധിച്ചില്ല. ഒരു 6 മാസം മുന്നേ കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ചെയ്തുകൂടെ? അന്ന് സാമുൽ സാറിൻ്റെ പേര് പോവേണ്ട കേസായിരുന്നു ഇത്. എടാ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അവൻ്റെ നമ്പർ അയച്ചുതരാം. ആരാ? ശ്യാം. എടാ ശ്യാമേ, നിനക്കാണ് 2 പേര് വന്നിട്ടുണ്ട്. നിങ്ങളാണോ ടോണി പറഞ്ഞിട്ട് വന്നേ? അതെ. എന്തായിരുന്നു? ജീവൻ. ഹലോ സാർ, ദേ വരും സാർ. ഒരു 5 മിനിറ്റ് താമസമുണ്ട്. നിങ്ങളുടെ വെയിറ്റ്. ഓക്കെ, ശരി, പോവാം. പറ, എന്തോ നിങ്ങൾക്ക് അറിയേണ്ടത്? ജീവൻ എങ്ങനെയാണ് മരിച്ചത്? ജീവൻ അവൻ ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ അവൻ്റെ ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹി വാസ് വെർസറ്റൈൽ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അവനെ. എല്ലാത്തിനും അവനായിരുന്നു മുമ്പിൽ. പക്ഷേ ലൂയിസ് എടാ ജീവ, ഞാൻ വീട്ടിൽ പോകട്ടോ. നിന്റെ പ്രാന്തളി നിർത്താറായില്ലടാ. എപ്പം നോക്കിയാലും അവൻ്റെ ഒരു വര. ആരടാ ഇത്? എന്തൊരു കാണിച്ചു പോലെ. ഞാൻ പിന്നീട് അവനെ കണ്ടത് ആ വീട് എവിടെയാ? നിങ്ങളേതായാലും അവൻ്റെ ഓർമ്മകൾ തേടി വന്നതല്ലേ. ആ വീടിപ്പം മൈക്കിളേട്ടൻ്റെ മോനാണ് നോക്കുന്നത്. ഞാൻ വിളിച്ച് പറഞ്ഞോളാം, നിങ്ങൾ ചെന്നോളൂ. ഓക്കെ. താക്കോലി മൈക്കിളേട്ടൻ്റെ മോനല്ലേ? ആ, നിങ്ങൾ ശ്യാം പറഞ്ഞിട്ട് ആ, ഈ സ്ഥലം അത്ര നന്നല്ല കേട്ടോ. അധികം നേരം നിൽക്കണ്ട. ശരി, ഓക്കെ.
ആ ലൈറ്റ് ഇട്ടേ. നല്ല പൊടിയാണല്ലോ ഇവിടെ. വർഷങ്ങളായിട്ട് അടഞ്ഞു കിടന്ന് വീടല്ലേ? എങ്ങനെ ഇവിടെ 3-4 പേരൊക്കെ താമസിച്ചേ? അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പല്ലേ. ഹലോ, ഇതാരടാ? ഇതാണ് ശ്യാമിൻ്റെ കഥയിലെ ലൂയിസ്.